ഫ്രണ്ട്സ് ഇന്ന് മാർച്ച് 13. അപ്പോൾ നമ്മൾ കുറേ നാളെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം നമ്മൾ ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് നാളെ, അതായത് മാർച്ച് 14 ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. സമയം 11:57 സംതിങ്, ഇത്രയാണ് 3 മിനിറ്റ് കൂടെ ഉള്ളൂ. 12 മണിയായ യെസ്മാൻ ഇപ്പോൾ വരും. നമ്മളപ്പം കേക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. കേക്കൊക്കെ മേടിച്ച വീഡിയോ ഞാനിപ്പോൾ ആഡ് ചെയ്യാം. അത് കണ്ടിട്ട് വാ. ഓക്കെ, അത് കണ്ടിട്ട് വാ. ഹലോ ഗായ്സ്, നീണ്ട നാളുകൾക്ക് ശേഷം ഒരു വ്ളോഗാണ്. നമ്മുടെ വ്ളോഗറിന്റെ ഒരു സർപ്രൈസ് ആണ്. അത് നിങ്ങളെ കാണിക്കാം. അവന്റെ ക്യാമറയിൽ എടുക്കുന്നുണ്ടായിരിക്കും വീഡിയോ. ഒന്നാമത് ഭയങ്കര ലാഗാണ് അല്ലേ? എത്ര മാസമായി? 2026 ഒരു വീഡിയോ പോലും വന്നിട്ടില്ല. അവരൊരു മുട്ട പിടിക്കുന്ന വീഡിയോ 2026 ഞങ്ങളിപ്പം നമ്മുടെ അടുത്തൊരു മെമ്പറിന്റെ ബർത്ത്ഡേ, അതാണല്ലോ നമ്മുടെ യൂട്യൂബില് മെയിൻ ആയിട്ട് അതാണല്ലോ ചെയ്യുന്നത്. അപ്പം നമ്മുടെ സമയം ഇപ്പോൾ 9:37 കേക്ക് മേടിക്കാൻ വേണ്ടി നടക്കുകയാണ്. 8 തൊട്ട് ഞാൻ ഒരാളെ വിളിക്കുന്നു. സമയം 9:36 കേക്ക് കിട്ടുമോ ഇല്ലയെന്ന് നോക്കി അറിയാം. കുറച്ച് സാങ്കേതിക തടസ്സം മൂലം ഞാൻ കുറച്ച് താമസിക്കും. വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ കേക്ക് തപ്പിപ്പോകും. ബാക്കി വിശേഷം ഇനി കാണാം. അത് ഗൈസ്, അഗൈൻ നമ്മൾ തപ്പി ഒത്തിരി ദൂരം പോകേണ്ട വന്നില്ല. നമ്മുടെ സ്ഥിരം സ്പോട്ട് ഹെൻറി ബേക്കറി. അങ്ങനെ നമ്മളെ എല്ലാ ബർത്ത്ഡേക്കും പ്രൊമോഷൻ ചെയ്യാറുള്ള അതേ ഹെൻറി ബേക്കറി. ഇവിടെ കേക്ക് ഉണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് അകത്ത് കയറിയിട്ട് നോക്കാം. ഇത് വേറെയാ. റെഡ് വെൽവെറ്റ് വേണ്ട, എല്ലാ പ്രാവശ്യവും ചെറുതൊന്നുമില്ലേ. നമ്മളങ്ങനെ ബ്ലാക്ക് ഫോറസ്റ്റ് ഫിക്സ് ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ മേരി ഷാമേ. നമ്മൾ മേരിക്ക് അങ്ങനെ ഒരു ഗിഫ്റ്റ് മേടിച്ചിരിക്കുകയാണ്. വിലയൊന്നും നോക്കിയില്ല, അതും സ്വർണ്ണ കളറിലുള്ള അതെ, ഗോൾഡ്. കുറച്ച് ടേപ്പ് വർക്ക് ഒക്കെ ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല. സെറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, കേക്ക് മേടിച്ചോ കണ്ടല്ലോ. അപ്പോൾ കേക്കൊക്കെ മേടിച്ച് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കാലിന് ചെറിയൊരു പണി കിട്ടിയിട്ടിരിക്കുക. ഇതിൻ്റെ വീഡിയോ നമ്മൾ പിന്നെ എടുത്ത് ഇടാം, ഡീറ്റെയിൽ ആയിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പോൾ നമുക്ക് അതിന് സമയമില്ല. അപ്പം നാളെ ചേച്ചിയുടെ 14 ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. ജസ്മോൻ കേക്ക് മേടിച്ചിട്ടുണ്ട്. അവർ ജസ്മോൻ്റെ വീട്ടിലാണ്. അവർ കേക്കുമായിട്ട് ഇപ്പോൾ വരും. ചേച്ചിയോട് പറഞ്ഞിട്ടില്ല, മുഴുവൻ സർപ്രൈസാണ്. നമ്മൾ ഒരു ഐഡിയയും കൊടുത്തിട്ടില്ല. ശവന്മാരൊക്കെ ഇന്നുമായിട്ട് വന്ന ചേച്ചിക്ക് വേണേൽ സ്വാഭാവികമായിട്ടും വേണേൽ ചിന്തിച്ചെടുക്കാം. എല്ലാവരുടെ ബർത്ത്ഡേക്കും മുറിക്കുന്നതാണ്. ബട്ട് സ്റ്റിൽ സർപ്രൈസാണ്. ഓക്കെ, ജ്യൂസും ഉണ്ട്. ജ്യൂസൊന്നും ഉറങ്ങിയിട്ടില്ല. ഇവിടെ ഉറങ്ങുന്ന നടത്തുന്നത് ചേട്ടയാപ്പറ ഇരിപ്പുണ്ട്. ജസ്മോനൊക്കെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഫെബിനും കാണും. അവൻ്റെ ഫെബിന് പരീക്ഷ ചില കാണും സാധ്യത കൂടുതലുണ്ട്. പിന്നെ വീട്ടുകാരെല്ലാം ഉണ്ട്. അങ്ങനെ എല്ലാവരും ഇറങ്ങിയിട്ടൊന്നുമില്ല. അപ്പം ഞാൻ മൊത്തത്തിൽ ഓക്വേർഡായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് ഇംഗ്ലീഷൊക്കെ പഠിച്ച് ചാലിന് ചെറിയൊരു പണി കിട്ടിയിട്ടിരിക്കുക. അപ്പം അങ്ങനെ വീട്ടിൽ ഇരിപ്പാണ്. അപ്പോൾ ഇനിവേ നമുക്ക് ബാക്കി കാണാം. യൂസുഫ് എൻ്റെ ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ അല്ലേ? യൂസ് എന്താ പറയാനുള്ളത്? നമ്മളെല്ലാം റെഡിയാക്കി വെച്ചേക്കുക. എന്താ പറയാനുള്ളത്? ജ്യൂസ് ക്യൂട്ട്നെസ് ഇടാതെ എന്തെങ്കിലുമൊക്കെ പറ. ഒന്നും പറയാനില്ല ജ്യൂസിന്, ഒന്നും പറയാനില്ല. കാരണം ജ്യൂസിന് ചെറിയ ആണ്. വേറൊരു സാധനം കാണിച്ചു തരാം. ജ്യൂസിൻ്റെ കാറൊക്കെ ഉണ്ടോ? ഇതിൻ്റെ പട്ടിഷോയിലാണ് ഈ ഇരിക്കുന്ന മൊത്തം ജ്യൂസിന് ഇന്ന് കിട്ടിയതാണ്. ജ്യൂസിൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്, പക്ഷേ നമ്മളതിന് കേക്കൊന്നും മുറിക്കത്തില്ല. ജ്യൂസ് അതൊക്കെ പ്രതീക്ഷിച്ച് ജ്യൂസിന് മാർച്ച് 30 പക്ഷേ നമ്മളതിന് കേക്കൊന്നും മുറിക്കത്തില്ല. ജ്യൂസ് അത് പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഇതിനിങ്ങനെ ഒന്ന് സർപ്രൈസ് ആയിട്ട് മുറിക്കുമ്പോൾ അവൻ രാത്രി നേരത്തെ കിടന്നുറങ്ങുവേ. ലീസ് നേരത്തെ കിടന്നുറങ്ങും. ഉറക്കത്തിൽ നിന്ന് വെച്ച് ഇങ്ങനെ എന്നാ കേട്ടോ എൻ്റെ ബർത്ത്ഡേ അങ്ങനെ. പക്ഷെ നമ്മൾ അവൻ്റെ ബർത്ത്ഡേ കേക്ക് മുറിക്കത്തിന് തീരുമാനിച്ചു. കാരണം 500 രൂപയുടെ അടുത്തൊരു ഗിഫ്റ്റ് അമ്മ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മതി. ഒത്തിരി കാശും ചിലവാക്കുന്നു. ഒരു മാസം തന്നെ 2 ബർത്ത്ഡേ ഒക്കെ വെച്ചാൽ നമുക്ക് അപ്പം നോക്കി സെറ്റ് ചെയ്ത്. ഇനിവേ അവരിപ്പോൾ വരും. ബാക്കി നമുക്ക് പറയാം. നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. യൂസു റെഡിയല്ലേ? എന്നെ ഇപ്പം എന്നെ പരിപാടി തന്നെ അത് പറ, എക്സ്പ്ലെയിൻ ചെയ്യും. കേക്ക് എങ്ങനെയാണ് പരിപാടി? എങ്ങനെയാണ്? ഓ യൂസു വലിയ ആറ്റിറ്റ്യൂഡാ. പറയടാ. കോമഡിയോ? ജ്യൂസിൻ്റെ മുഖത്തെ എക്സ്പ്രഷൻസ് ഒക്കെ നിങ്ങൾ നോക്ക്. എന്നെ അറിയത്തില്ല. തലയൊക്കെ വെച്ച് മൂക്കിലൊക്കെ ഒന്ന് കഴിയിട്ട് സ്റ്റൈലായി.
ദിവസം ആ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കത്തിരുന്നാണ് വിഷമായിരുന്നത്. ബാഡായ നമുക്ക് പതി വരാം, എന്നിട്ട് ബാക്കി കാണാം. ചേട്ടാ ഡ്രസ്സ് നോലേട്ടായില്ല, നോലേട്ടായി. ഇന്ന് ധനുഷുണ്ട് നമ്മുടെ കൂടെ. ഫെബിനുണ്ട്. എല്ലാം റെഡി. ഓക്കെ. അമ്മ എഴുന്നേറ്റ്. ഞെട്ടണേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ ചേച്ചി, ഹാപ്പി ബർത്ത്ഡേ ടു യു. നല്ല ടൈമിങ് പാട്ടിന്. ചേച്ചി നടുവിലെ പ്രശ്നമുള്ള ഓടി വരുവാണേലേ കാലിന് വയ്യാത്ത. കേരളക്കര കണ്ടിരുന്ന 21ാം വയസ്സിലോട്ട് മേരി മോൾക്ക് സ്വാഗതം. 21 വയസ്സായില്ല. സോറി, പെണ്ണുങ്ങളുടെ പ്രായം പറയല്ലേ. ആ കൊള്ളാം. കമോൺ എടാ വാ. അടി ബർത്ത്ഡേ കേൾ പ്രറ്റിയായിട്ട് നിക്ക് ചേച്ചി. ചേച്ചി ഞങ്ങള് പുറത്ത് വന്ന് അറിഞ്ഞേ, അപ്പൊ പുതപ്പെടുത്ത് തലയിലോട്ട് ഉറക്കം അടിച്ചാളാ. അല്ലെ മുട്ടുസൂചി വീണ അറിയുന്ന ടീമാണ്. അതെ കണ്ടോ, ലിബാം ഒക്കെ ഇട്ട് ഫേസ് വാഷ് ഒക്കെ ഇട്ട് റെഡി ആയിട്ടാ നിൽക്കുന്നത്. ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ ചേച്ചി പറയാ. ചേച്ചി പ്രതീക്ഷ കണ്ടോ, അറിയായിരുന്നു ഉറങ്ങുന്നവരെ അഭിനയിച്ച. ഇപ്പൊ ഉറക്കമൊന്നുമില്ലല്ലോ. പിന്നെ ബാടാ. അയ്യോ ഗിഫ്റ്റ് എടുത്തില്ലേ? ഞാൻ 500 രൂപ തന്നല്ലേ ഗിഫ്റ്റ് മേടിക്കാം, എന്നിട്ട് അതിനെ മേടിക്കാൻ. ഇവിടെ പൊട്ടന്മാര്. കേക്ക് ഏതാന്നൊക്കെ അറിയാലോ കഴിക്കുന്നത്. പിച്ചക്കാരനാണ്. കേക്ക് കാണിക്കേ. എന്നാ എഴുതിയേക്കുന്നേ? ഹാപ്പി ബർത്ത്ഡേ മേരി മോളെ. എടാ ഇത് മോളെന്നാ എഴുതിയേക്കുന്നത്, മോളേന്നല്ല. ഹാപ്പി ബർത്ത്ഡേ മേരി മോള്. എടാ ഇത് മേരി മോള്. ഈ മോളെന്ന് പറഞ്ഞ ഇത് കെമിസ്ട്രിയിലെ മോളാ. അല്ല ഇത് കെമിസ്ട്രിയിലെ മോളാ. മോളെ നീട്ടണ്ടേ, അല്ലെ മോളീന്നായി പോയേനെ. കുത്തിട്ടടാ. അല്ല ടോമിനെ വിളിക്കണം എന്ന് പറഞ്ഞായിരുന്നു. ആണോ? ഇപ്പളാ പറഞ്ഞ കട്ട് ചെയ്തേ. അവനെന്നാ പറഞ്ഞ സർപ്രൈസ് തരാൻ വരുന്നോ? ഓട്ടനാ ഐഫോൺ. അത് സൂക്ഷിച്ചു വീട്ടിൽ കൊണ്ടോണ്ട് കാലത്ത് സമ്മാനം കൊടുത്തടാ. അപ്പൊ ഞാൻ തന്ന 500 എന്തി? ചേച്ചി അറിഞ്ഞായിരുന്നു കാശ് എല്ലാരും 500 വെച്ചിട്ടേക്കുമായിരുന്നു അല്ലേ? വൈഫൈ കണക്ട് നമ്മളിത് ഇതുവരെ ബർത്ത്ഡേ വ്ളോഗിലൊന്നും ഇല്ല. അത് നോയലേട്ടയുണ്ട് കൂടെ. മുരളിപ്പടർപ്പി കുടുംബത്തിന്റെ പേര് ഹാപ്പി ബർത്ത്ഡേ. ഇങ്ങോട്ട് വാ.
അത് ഞാൻ വലിച്ചെടുത്തപ്പോൾ ചേട്ടാ ഇപ്പുറത്തോട്ട് ആക്കണ്ട. തള്ളി അത് ഇങ്ങോട്ട് വരുന്നില്ല ചേട്ടാ. ഇപ്പൊ റെഡിയാക്ക. ഇങ്ങനെ പിടിച്ചൊരു കൊട്ടൊക്കെ സ്റ്റോറി ഇട്ടു ഇട്ടോ. അതിന്റെ പാടാ. കേക്ക് പൊളിക്കുന്നതിന് സ്റ്റോറി ഇട്ടെന്നെ. എടാ ചോമീനെ വിളിച്ചേ, ചോമീനെ വിളിച്ചേ. വെയിറ്റ് ആക്ക ചേച്ചിയുടെ കാല് ഞാൻ മാറ്റി വെക്കണോ? പേരല്ലേ മെൻഷൻ ചെയ്യണ്ടേ? മാറിക്കേ ഞാൻ ഒന്ന് ഇരിക്കട്ടെ. ആദ്യമായി അല്ലേ ചേച്ചി? ചേട്ടാ ആ ലൈറ്റ് കൂടുതലാട്ടോ. എടാ ഈ ലൈറ്റ് ഇട്ടേ. എടാ ഞാൻ രണ്ട് റീൽ അയച്ചത് അതിടാവോ? മറ്റേ പാട്ടില്ലടാ ഹാപ്പി ബർത്ത്ഡേ. അത് ഇതിൻ്റെ അകത്ത് കാണും. ചേട്ടാ അവിടെ നിന്ന് എടുക്കാവോ? ഇവിടെ അങ്ങോട്ട് വെട്ട ഇങ്ങോട്ട് അടിക്കുക. ഗൈസ് ഇത് കണ്ടോ? കാണിച്ചേ കണ്ടോ? കാണാമോ അവനെ? പിന്നെ എന്നാ തേങ്ങ വീഡിയോ കോൾ വിളിക്കുന്നത്. ആ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ മേരി മോൾ, ഹാപ്പി ബർത്ത്ഡേ ടു യു. അമ്മേ ചെല്. ഗോഡ് ബ്ലെസ് യു. ഹാപ്പി ബർത്ത്ഡേ അമ്മ. ഇതല്ലേ അമ്മ കടിക്കമ്മേ. സംഗീതവുമായി ജോസു. വാ ധനുഷിന് കേൾക്കാറുണ്ട്. ഞാൻ അങ്ങോട്ട് വരത്തില്ല, ഇങ്ങോട്ട് വാ. ഞാൻ പിടിക്കാം. അങ്ങോട്ട് എല്ലാം കൊണ്ടോ? അങ്ങോട്ട് എല്ലാം വരത്തില്ല. ഞാൻ ഇങ്ങനെ കിട്ടിയില്ലടാ. അയ്യോ ജോസുവിനെ അല്ലേലും മറ്റേ ദത്തെടുത്തല്ലേ. ജോസുവിനെ തവിട് എടുത്ത് മേടിച്ചോണ്ട് ജോസുവിന് അവസാനമേ ഉള്ളൂ. ചേച്ചിക്ക് ഇഷ്ടമില്ലത് അറിയാതെ തന്നെ. പുള്ളിക്ക് സങ്കടായില്ലേ? നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. വിളിക്കുന്നില്ലേടി പട്ടീനെ? ആ വായില് വെച്ച് കൊടുക്ക. കരയിക്കല്ലേ? കുരു വരും. ആവി പിടിക്കുന്ന വരും കുരു വന്നാ. നീയാ പറഞ്ഞേ. ടോമിനെ കാണിച്ചേ. ഫോണിൽ ആൽവിൻ ടോം ഉണ്ട് ഗൈസ്. കാണിച്ചേ. എടാ അവനെ കാണിക്കടാ, നീ നമ്മളെ കാണിക്കാതെ. എടാ അതിന് ആൽവിൻ ടോമെ നീ ബർത്ത്ഡേക്ക് വരാഞ്ഞേ. നീ ഇതെടുക്കടാ പൊട്ടാ. എടാ നീ എന്നാണ് ബർത്ത്ഡേക്ക് വരാഞ്ഞേ? കണ്ടിച്ച് ഞാൻ തിന്നാൻ പോവാതെ. ചേച്ചി ചേച്ചി പോലെ സംസാരിക്കുക. അത് കഴുകണ്ട, അത് കറിയുമ്പോ കഴുകുക. സംസാരിക്കുക. എത്ര പ്രായമായെന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പക്ഷെ ഞങ്ങൾക്ക് കണ്ടാൽ എത്ര പറയും.
ചേച്ചിനെ കണ്ട എത്ര വയസ്സ് പറയും? ചേച്ചിനെ കണ്ട എന്നോട് എന്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ ഏതാണ്ട് പറഞ്ഞോണ്ടിപ്പോ പറയണേ, ഞാൻ ഒരു ചേച്ചിയുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ആ ചേച്ചിക്ക് എന്തോരം അവന്റെ കൂടെ ജോലി ചെയ്യുന്നേ. അപ്പൊ ഞാൻ ചോദിച്ചു ആ ചേച്ചിക്ക് എന്തോരം പ്രായം കാണും? അപ്പൊ പറഞ്ഞടാ ഒരു 10, 20, 22 വയസ്സാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്റെ ചേച്ചിയുടെ ഒക്കെ പ്രായം? ഇല്ല അത്രയൊന്നുമില്ല ഒരു 10-20 വയസ്സേ ഉള്ളത്. ഇനി ചേട്ടായുടെ എക്സ്പീരിയൻസ് പറയാം. ചേട്ടാ എന്തോ പറയാൻ വന്നതില് എന്ത് പറയാൻ വന്നില്ലേ? ആ നല്ല കല്യാണത്തിനൊക്കെ പോകുമ്പോ ചോദിക്കും മോക്ക് കല്യാണമായതൊക്കെ. ഇനിയിപ്പോ പറയാ 21 വയസ്സായി അമ്മ കെട്ടിക്കുന്ന കാര്യമൊക്കെ സ്വർണ്ണമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ മോക്കെ മാറുന്നുണ്ട്. അതെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എന്തോ പറഞ്ഞിട്ടുണ്ട്. അയ്യോ കുറച്ച് കട്ടായി പോയി കേട്ടോ സ്മോനെ. സ്മോനെ ചേച്ചിയുടെ ബർത്ത്ഡേക്ക് ജസ്റ്റ് സത്യം പറഞ്ഞാൽ നമ്മളിത് വിട്ടിരുന്ന കാര്യമാണ്. ചേട്ടായി ഒന്നൊന്ന് സൂചിപ്പിച്ചപ്പോ ജസ്മോൻ അതിന്റെ പുറകെ കയറി ജസ്മോൻ അതിന്റെ പുറകെ കയറി പിടിച്ചു. പുറകെ പിടിക്കാനൊക്കെ ഈ ആളല്ലോ. ഓ കണ്ട സ്വന്തം ബർത്ത്ഡേക്ക് ഇത് കണ്ടോ? ഉണ്ട് മതി. നിന്നോട് ആരാ ഇത് മേടിക്കാൻ പറഞ്ഞു? ടിഷ്യൂ അവൻ വീട്ടിൽ വെച്ചോ? എന്നെ മേടിച്ചേ? നിങ്ങൾ ഇതിനു മുമ്പത്തെ വ്ളോഗ് കണ്ടിട്ടുള്ളതാണെങ്കിൽ ചേട്ടായിക്ക് കിട്ടിയ സ്റ്റാൻഡേർഡും ജസ്മോന് കിട്ടിയ സ്റ്റാൻഡേർഡും ഒക്കെ അറിയാം. ആ ഒരു സ്റ്റാൻഡേർഡിലാണോ? അതിക്കും മേലെയാണോ? അതിലും താഴെ ആയിരിക്കും. അതെ അതെന്നതാ നമുക്ക് പറയട്ടെ. ജസ്മോൻ ഇട്ട ഷഡ്ഡി അതിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ജസ്മോന്റെ ശരീരത്തിന്റെ മണമാണ് അതിന്റെ സ്റ്റാൻഡേർഡ്. ഇപ്പഴും ചേട്ടേതോ ഇടാറുണ്ടല്ലോ പറയാൻ. ഇന്ന് ആ ഓർമ്മയ്ക്ക് ചേട്ടാ അതാ ഇട്ടേതൊക്കെ. അടുത്ത മാസം കല്യാണം അത് പറഞ്ഞ ജീവ. കയ്യും വീശിയായിരുന്നത്. പ്രൈവറ്റ് അക്കൗണ്ട് സ്റ്റോറി വരാനാണേ. ജീന പാട്ടാ എന്നെ ഇവന് പരീക്ഷയൊക്കെ ഉള്ളവരാണേ. അത് എനിക്കിതാ കേക്ക് എങ്ങനെയുണ്ടേ? എന്തിനല്ലേ പാരമ്പര്യം നശിപ്പിച്ചില്ലല്ലോ. എന്തിക്കാർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പാ നമ്മളെ ചാനൽ കണ്ട എത്ര കേക്കാ മേടിച്ച? എന്റെ ബർത്ത്ഡേ എന്തിനാ മേടിച്ച? ആ കാട്ടുചെമ്പ ഒന്നും പൂക്കണ്ടാരോ ചേച്ചി? എത്ര ചേച്ചി എന്നാലും ചേച്ചി പറയാ ചേച്ചി. നമ്മള് സബ്സ്ക്രൈബ് 21 years old ആണ്. അത് പറഞ്ഞോ, ഇല്ലെങ്കിൽ ആൾക്കാർ കൂടുതൽ വിചാരിക്കും. എന്നിട്ട് പിന്നെ ചേച്ചി പിന്നെ വേറെ ചേച്ചി പറയാനുള്ളത്? ബർത്ത്ഡേക്ക് വേറെ എന്തൊക്കെ ചേച്ചിക്ക് ലഭിച്ചു? അതോ ഇനി ലഭിക്കാൻ സാധ്യതയുണ്ട്? 21 നിലവിൽ ടെസ്ലി. അല്ല ഞാൻ പറയാ എടാ നമ്മള് വരുമെന്ന് മനസ്സിലായി. അല്ല അപ്പൊ പുതപ്പ് വരുന്ന അല്ലെ പുതപ്പ് തല ഇടാത്ത ആളാ. എന്തായിരുന്നു ആ ഇത്? അതാ പറഞ്ഞേ. എനിക്ക് ആ ജസ്മോന്റെ അഭിനയം. ജസ്മോൻ ഇവിടെ ഒന്ന് വർത്താനം പറഞ്ഞപ്പോഴത്തേക്കിനാണ് എടാ അവന്മാര് പിന്നെ ഇറങ്ങാതിരിക്കുക. ക്ലിക്കായില്ല അതൊക്കെ. കയ്യിന്ന് പോയി കഴിഞ്ഞാൽ നോക്കി മിണ്ടാതെ സ്റ്റാൻഡിലോട്ട് നോക്കി നിൽക്കുക. അവനോട് കൊടുത്തു വിടും ഫേബിക്കൂടെ. അവർക്ക് വൈകുന്നേരം
പക്ഷെ നിങ്ങൾ എല്ലാരും മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. മാർച്ച് 30 ജോസുവിന്റെ ബർത്ത്ഡേ. അതിന് കേക്ക് മുറിച്ചില്ലെങ്കിൽ ജോസുവിന്റെ സങ്കടമാവും. ഞാനിന്ന് ചുമ്മാ വീഡിയോ ഇന്റർവ്യൂ പറഞ്ഞ മുറിക്കത്തില്ലേ, മച്ചാന്റെ മൈൻഡൊക്കെ മാറി. നിലത്ത് പോയി ഞാൻ കിടക്കുമൊക്കെയാ. അന്ന് ഡോമി വരും കേട്ടോ. നിന്റെ ബർത്ത്ഡേ ഏപ്രിലാ അല്ലേ? ചമ്മി പോയി. ജൂലൈ. ഓഗസ്റ്റ് അല്ലേ? ഓഗസ്റ്റ്. ഇപ്പഴാ വരുന്നേ. ഫോൺ ഹാങ് ആണ്. അല്ല അപ്പൊ വെച്ചതാ, ഇപ്പഴാ വരുന്നത്. ചേച്ചി ആ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് ഒരു ഗാനം ആലപിച്ച് നമുക്ക് ഈ വ്ലോഗ് അങ്ങ് അവസാനിപ്പിക്കാം. ഒരു പാട്ട് പാട്. ഇല്ല പുറത്തിരിക്കും. ചേച്ചി പറ ചേച്ചി, ബർത്ത്ഡേ ആയിട്ട് ചേച്ചി ഒരു ഗാനം ആലപിച്ചാല് നമുക്ക് അതോടെ ഈ വ്ലോഗ് അങ്ങ് അവസാനിപ്പിക്കാം. ഏത് പാട്ട് പറഞ്ഞാലും ഞാൻ ആ പാട്ട് കഴിഞ്ഞു. 7 കഷ്ടപ്പെട്ട് ഞങ്ങൾ തന്നെ നോട്ടുണ്ടാക്കി പഠിച്ചു. ചേച്ചി പറ, 21 വയസ്സ് വരെ ജീവിച്ചതിന്റെ എക്സ്പീരിയൻസ് പറ. ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ. ആണോ? ജനിച്ചപ്പോ എങ്ങനെയായിരുന്നു അമ്മ ചേച്ചി? കിടന്ന് മുള്ളുവായിരുന്നോ? ഇല്ല, അതില്ല. പിന്നെ വേറെ എന്തെങ്കിലും? മുള്ളത്തേ ഇല്ലായിരുന്നു. ചേച്ചി പറ ചേച്ചി, എങ്ങനെ ഉണ്ടായിരുന്നു 21 വയസ്സ് വരെയുള്ള എക്സ്പീരിയൻസ്? പറ ചേച്ചി. അത് ഓഫാക്കി, അത് കുഴപ്പമില്ല. പറ ചേച്ചി, പറ ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? ഇനി ആരെങ്കിലും സർപ്രൈസ് ഒക്കെ തരുമെന്ന് തോന്നുന്നുണ്ടോ? പറ. ക്യൂട്ടാ. ഇനി ഇത് പ്രെറ്റി ആയിട്ട് കാണിച്ച്, പ്രെറ്റി കാണിച്ച്. ഇങ്ങനെ കോഴിവാല്. ചേട്ടാ നീ ഇത് നമ്മളെ സ്റ്റോറി ഇടുന്ന ചടങ്ങിലേക്കാണ്. ജസ്പോൺ സ്റ്റോറി ഓൾറെഡി ഇട്ട് കഴിഞ്ഞ്. പഞ്ചാരേ ഇത് എന്റെ കാല് അടി കാണിച്ചേ ശരിക്കും കാട്ടെ. അടി ഇതെന്നെ അയച്ചു നോക്കിയാ, ഇതിൽ നിന്ന് ഇവിടം വരെ. അടി ചേട്ടാ അതൊന്നും തന്നെ ചേട്ടായി. അതെ ചേട്ടാ, എനിക്ക് മെയിൻ അക്കൗണ്ട് ഒന്നും ഇടാനാ ചേട്ടായി. ചോദിച്ചു പ്ലീസ് ചോദിച്ചു. ലവ് ചേട്ടാ അതൊന്നും അയച്ചു ചേട്ടാ. 2 ഫോട്ടോ കൊളാവായിട്ട് എനിക്ക് ആ മെയിൻ അക്കൗണ്ട് ഓർമ്മയിടാനാ. ഇല്ല ഇച്ചിരി വെച്ചോ കടിക്കുന്നില്ല ഞങ്ങള്. ഇതാരാണ് കാണിച്ചേ? ഇതൊക്കെ ചേട്ടാ വേറെ സാധനം ചേട്ടാ ഇങ്ങനെ നാക്ക് നീട്ടിയിരിക്കുന്നു. നമ്മുടെ കയ്യിൽ അങ്ങനെ നല്ലതൊന്നും കിട്ടുന്നില്ല ഗൈസ്. ക്യൂട്ടായിട്ടുള്ള മേരീനമാണ് നമ്മൾ കാണുന്നത്. നമുക്ക് പഴയ ഫോട്ടോയിലുണ്ടോ നോക്കാം. അടി
ഞാൻ ആ പാട്ട ഉദ്ദേശിച്ചത് വെച്ചിരിക്കുന്നത്. ഒരു ചാച്ചാജി കോമഡി വന്ന കിട്ടി കിട്ടി കിട്ടി. ഐ ഗോട്ട് സംതിങ്. ഉറങ്ങുന്ന ഒരു ഫോട്ടോ കിട്ടി. എൻ്റെ ചേച്ചിയുടെ കണ്ട്. ഓ ജസ്റ്റ് മോനെ ക്യൂട്ട്നെസ് ഗോട്ട്. മറ്റേ ഐറ്റം കിട്ടിടാ. അടി ഇത് കിട്ടിടാ. അത് ക്യൂട്ടാ അല്ലേ? രേഷ്മിക. ഇതവിടെ പിടിക്കണം, ഞാൻ കാണിക്കാം. ആ പാട്ടിട്ടില്ല, ഇട്ടോ. അത് പാടായി കേട്ടോ. ഞാൻ വെച്ചിരുന്നായിരുന്നു. ഞാനാരും നോക്കുന്നേ കാണിച്ചാ കണ്ടില്ലത്. ഞാൻ അമ്മേനെയാണോ നോക്കിയത്? അമ്മ എന്തിനാ ചിരിക്കുന്നേന്നാ? ജോസു അടി ചേട്ടറ കൈ കിടക്കുന്ന വാച്ച് കണ്ടോ? ഇതാണ് ഏട്ടാ പറഞ്ഞ സാധനം. ടോപ്പ് സാധനമൊക്കെ കണ്ടോ? ഇല്ല ഈ അമ്മച്ചി അയ്യോ വാഴായി കേട്ടോ. അതിന് ചേച്ചി ബാടാവാതെ കൂട്ടത്തിൽ ജയിച്ചല്ലേ ഒരു പെണ്ണുള്ളൂ. ഓ തന്നെ സ്റ്റോറി ഇട്ട് കൊടുക്കുക. ചേച്ചി എനിക്കൂടെ പറഞ്ഞിട്ട് തരാമോ? അല്ല ചേച്ചിയാന്ന് മനസ്സിലായി. അവന്റെ ലൈനാ വിചാരിച്ചാലോ? അമ്മ കൊള്ളാം കേട്ടോ. ആ പാട്ട് വേണ്ടല്ലോ ചേച്ചി, മടുപ്പല്ലേ ഇത്? ചേട്ടാ ഒരു നല്ലൊരു ഫോട്ടോ ഇട്ട ചേട്ടാ സ്റ്റോറി. അതിനിടയിൽ എന്റെ ബർത്ത്ഡേക്ക് മാത്രം ചേട്ടാ യോഗയൊക്കെ ഇടത്തുള്ളോ. ചേച്ചിയുടെ ബർത്ത്ഡേക്ക് ആ മറ്റേ പിന്നെയാ സാധനം ഇട്ടേ, ആ മുടി പിന്നെ സാധനം ഇട്ടേ. അതിടണം. ഇല്ല പാടാണ് ഇപ്പൊ, ഇല്ല പാടാളെ. അടി അതിടണം ചേട്ടാ. എന്നാ ഇതിന്റെ മുടി കിട്ടിയ ഫോട്ടോ എനിക്ക് അയച്ചാ. അത് അയച്ചാ അത് ഞാനിടും. ജസ്മോൻ എന്ത് ക്യൂട്ടാല്ലേ. മൈക്ക് എന്തിയാ? സൂപ്പർ. അല്ല ജോസ് ഓഫ് ആക്കിയോടാ? അത് ഓഫ് ആക്കിയോ? പിന്നെ അവസാനിപ്പിക്കുകയാണ് ചേച്ചി. അപ്പൊ ഇത് ചേച്ചിയുടെ ബർത്ത്ഡേ ഹാപ്പി അല്ല ഹാപ്പി ആയോന്ന് ചോദിച്ചേ? പറ ഹാപ്പി ആയോ? അപ്പൊ 21 വെച്ചാൽ ഇനിയും കുറച്ച് മെച്ചൂരിറ്റി ഒക്കെ കാണിക്കണം. മര്യാദക്ക് ഗിഫ്റ്റ് കിട്ടിയില്ല. ഗിഫ്റ്റ് നാളെ ചേട്ടായി. അപ്പൊ ബൈ പറ. Signing off. Goodbye. Good night. Yeah. Listen, bye പറ. ഒരു അടി പറയുന്നില്ല. Like, share, subscribe. ജോസു ബൈ പറ. അടുത്ത ജോസിന്റെ ബർത്ത്ഡേക്ക് കാണാന്ന് പറഞ്ഞില്ലേ? ചുമ്മാ ഒരു ഫോട്ടോ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം. നമ്മള് കേക്ക് മുറിക്കുന്നില്ലല്ലോ. കേക്ക് മുറിക്കുന്നില്ല. ഫെബിനെ ടാറ്റ പറ. ഫെബിന് പരീക്ഷയൊക്കെയാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം. കുഞ്ഞിനു വേണ്ടി എല്ലാവരും മാതാവിന്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കണം. കൊന്തേരണം. ജോസിനും പരീക്ഷയൊക്കെയാ. ചിരിച്ചടാ വിത്ത് നോക്കി. ഓക്കെ ഗൈസ്, ബൈ ഗൈസ്, സീ യു, ബൈ. ഞാനും മീശ കുറഞ്ഞു. ഞാനൊന്ന് മീശ പിടിക്കട്ടെ. നമ്മുടെ ഈ വീഡിയോ വരാത്തതിന്റെ ഒരു ഇത്രയും ദിവസം കാരണം നമ്മൾ അടുത്ത
ബ്ലോഗിൽ ഇത് മറ്റേ എനിക്കൊരു കാര്യം പറയാനുണ്ട്, പക്ഷെ ഞാനത് പിന്നെ പറയാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ റീസണിനെ പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു വീഡിയോ ജസ്മോൻ വരുമ്പോൾ നമ്മൾ ഇടുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ബൈ ബൈ, സീ യു നെക്സ്റ്റ്. ഞാൻ കുറച്ച് മൊത്തം ബൈ ബൈ ഗൈസ്. ഓക്കെ ഗൈസ്, ഞാൻ പോവാ. അടുത്തിടെ ഞാൻ കഴിക്കാൻ എടുക്കുന്നത്. ഓക്കെ ഗൈസ്, ബൈ ബൈ, സീ യു, ടാറ്റ 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 ടാറ്റ.